जय राधा माधव कुंज बिहारी गोविंद वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी गोविंद वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी गोविंद वल्लभा यशोदानंदन व्रज जनरंजन यमुना तीरवनचारी। यशोदानंदन व्रज जनरंजन यमुना तीरवनचारी। यशोदानंदन व्रज जनरंजन यमुना तीरवनचारी। Hari
ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामी नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मच्चित्ता मद्गद प्राण मच्चित्ता मद्गद प्राण बोधयन्तः परस्परं बोधयन्तः परस्परं कथयन्तश्च मां नित्यं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च तुष्यन्ति च रमन्ति च मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। मच्चित्ता मद्गद प्राण बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च। വാക്കുകളുടെ അർത്ഥം വായിക്കാം. പ്രീതിപൂർവകം പ്രീതിയോടും മച്ചിത്ത എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരായി മദ്ഗത പ്രാണനായി ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിച്ചവരായി പരസ്പരം അന്യോന്യം മാം എന്നെക്കുറിച്ച് ബോധിപ്പിക്കുന്നവരായി നിത്യം കഥിക്കുന്നവരായി സങ്കീർത്തനം ചെയ്യുന്നവരുമായി ഭക്തന്മാർ തുഷ്യന്തി സന്തോഷിക്കുന്നു രമന്തി ച ലഭിക്കുകയും അഭോവിയോ ആനന്ദമനുഭവിക്കുകയും ചെയ്യുന്നു. ശ്രീ ഗോപാലന്റെ ട്രാൻസ്ലേഷനും ഭാവം. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണം ഏർപ്പെട്ട് പരസ്പരം ബോധവൽക്കരിക്കുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കും. ഭാവാർത്ഥം ലഘുവായിട്ട് ഞാൻ ഭാവാർത്ഥം വായിക്കാം.
ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോട് കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രിയാതീതമായ പ്രേമത്തോട് കൂടിയ പ്രവർത്തനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. അവരുടെ മനസ്സുകളെ കൃഷ്ണന്റെ ചരണങ്ങളിൽ നിന്ന് വ്യതിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ശുദ്ധഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണഭക്തന്മാർ ദിവസേന 24 മണിക്കൂർ ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ജീവനും മനസ്സും സദാ കൃഷ്ണൻ ഒഴുകിക്കിടക്കുകയാണ്. മറ്റു ഭക്തന്മാരുമായി ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഭക്തിയുടെ സേവനത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിവിത്താവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയവർക്ക് സ്വധാമസ്ഥാനായ ഭഗവാന്റെ യഥാർത്ഥ പൂർണ്ണത അനുഭവവേദ്യമാകും. ആധ്യാത്മിക ഭക്തിയുടെ സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്നത് ബീജാവത്തോടാണ് ചൈതന്യമാത്രം ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയുഗങ്ങളുടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുടെ സേവനത്തെ കുറിച്ച് അറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുടെ സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുടെ സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടി ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരമലോകത്തിലെ ബ്രഹ്മജ്യോതിസുകൊണ്ട് നടത്തുന്നു. ആ പരലോകത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്ന പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്ക്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുടെ സേവനമാകുന്ന നിലയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളുള്ള ജലസേവനം തുടർന്നു പോകണം. ചൈതന്യ ചരിതാമത്ത് ഈ ലതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മധ്യവിയ അധ്യായം 19. ഭക്തിയുടെ സേവനമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ലയിക്കുമെന്നും പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്ന് ജീവിക്കാനാവില്ലെന്നുമാണ് അത് പറയുന്നത്. ഈ നിലയിൽ ഭക്തന് പരമ പ്രഭുവുമായുള്ള സമ്പർക്കത്താൽ ആധ്യാത്മിക വിഷയങ്ങളെല്ലാം കൈവരുന്നു. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് എത്രയും പ്രിയങ്കരവുമാണ്. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 12-ാം സ്കന്ധം 13-ാം അധ്യായം 18. ശ്രീമദ് ഭാഗവതം പുരാണമംഗലം യദ്വൈഷ്മാണ പ്രിയം. ഭൗതിക ധർമ്മങ്ങളെക്കുറിച്ചോ സാമ്പത്തിക ഉന്നതിയെക്കുറിച്ചോ ഇന്ദ്രിയ സുഖഭോഗങ്ങളെക്കുറിച്ചോ മുക്തിയെപ്പറ്റി തന്നെയോ ധർമ്മം അർത്ഥം കാമമോക്ഷം അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായും വിശദീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് കൃഷ്ണാബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ ശ്രവണത്തിൽ ആനന്ദം കൊടുക്കുന്നു. യുവമിഥുനങ്ങൾക്ക് അന്വേഷണ സമ്പർക്കത്തിൽ അനുഭൂതമാകാറുള്ളത് പോലെ ഒരു ആനന്ദം. ഹരേ കൃഷ്ണ. വളരെ സുപരിചിതമായ ശ്ലോകമാണ്. സാധാരണ ഭക്തരുമായിട്ടുള്ള സമ്പർക്കം ഇങ്ങനെയുള്ള രീതിയിൽ ഒരു രൂപീനെ കേൾക്കാറുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ് അത് വെച്ചിട്ടാണ് ഞാൻ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മളിപ്പോ ഒരു വേള നമുക്ക് കൃഷ്ണ കോൺസിൽ വരുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഒക്കെ നമുക്ക് ഒരു പോലീസുകാരനാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ കൃഷിക്കാരനാണ്, അങ്ങനെയുള്ള ഐഡന്റിറ്റി എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പുതിയൊരു ഐഡന്റിറ്റി ആയിട്ടാണ് നമ്മൾ വരുന്നത് അല്ലെ. നമ്മളൊരു ഭക്തനാണ് അല്ലെ, ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തി ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ അമ്പലത്തിൽ പുതുതായിട്ട് വരുന്നു. പക്ഷേ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഓരോരോ സേവനം ചെയ്യുന്നതിന്റെ ഒരു രീതിയിൽ നമ്മൾ വേറെ ഐഡന്റിറ്റികളുണ്ട്. അപ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ സേവനം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ പ്രസാദം തയ്യാർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കീർത്തനം ചെയ്യുന്നതാണെങ്കിൽ ഞാനൊരു കീർത്തനം പാടുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂജ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ പൂജാരിയാണ്, ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ പ്രീച്ചറാണ്. അങ്ങനെ പല ഐഡന്റിറ്റികൾ നമുക്ക് കൈവരും. പക്ഷെ ഈ ഒരു ഐഡന്റിറ്റി കൈവന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റൺ ചെയ്യുന്ന പോലെ വീണ്ടും അതുപോലെ തന്നെ, അതായത് ടീച്ചറാണെങ്കിൽ ടീച്ചിങ് മാത്രമേ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുള്ളൂ,
പിന്നെ സ്വീപ്പറിന്റെ കാര്യം നമ്മൾ നോക്കാറില്ല, അല്ലെങ്കിൽ അവിടെ കുക്കിങ്ങിന്റെ കാര്യം നോക്കാറില്ല. അതുപോലെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാൻ വന്ന് എന്റെ ആദ്യത്തെ ആ ഒരു കുറച്ച് സമയത്തുള്ള ആ ഒരു ട്രെയിനിങ് വെച്ചിട്ട് എനിക്ക് എന്താണ് സേവ കിട്ടിയത് ഞാൻ അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ നമ്മളിപ്പോ ഒരാള് ടെമ്പിൾ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് എന്നുള്ള ഒരു ഇതിൽ മാത്രം റൺ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരാൾ കൗൺസിലറാണ്, ഒരാൾ മെന്ററാണ്. അപ്പൊ നമ്മളെപ്പോഴും അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഡിവോട്ട് ചെയ്യാനുള്ള കാര്യം മറന്നുപോകും. എന്നിട്ട് നമ്മള് ഇത് ഇന്ന ആളാണ് കേട്ടോ. ഇപ്പോ അതോറിറ്റേറ്റീവ് ആണെങ്കിൽ നമ്മൾ അതോറിറ്റിയിലെ ഒരു മന്ത്രി വരുന്ന പോലെ അല്ലെങ്കിൽ അതുപോലെ കണക്കാക്കും. അല്ലെങ്കിൽ പലയിടത്തുള്ള ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് അവരുടെ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് അവരുടെ സർവീസ് വെച്ചായിരിക്കും. അല്ല ജീവയുടെ സ്വരൂപമായി കൃഷ്ണൻ നിത്യദാസ് അങ്ങനെ ആയിരിക്കില്ല അല്ലെ. നമ്മൾ മറന്നുപോകും. നമ്മൾ പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലബിൽ വന്നാൽ ക്ലബിൽ ഒരു അംഗത്വം എടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിയോ അല്ലെ, ജനറൽ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പല പദവികളിലൂടെ അതുപോലെ നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു വേളയെ നമ്മളത് മറന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല നമ്മൾ ഇത് വരേണ്ടത് എന്നാണ് ഞാൻ ആ ക്ലാസ്സിൽ കേട്ടത്. ഭാഗവതം 1-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ ഭഗവാനെ വരവേൽക്കുന്ന ദ്വാരകാവാസികൾ ഭഗവാനെ വരവേൽക്കുന്ന ഒരു ലെക്ചറാണ് ഞാൻ കേട്ടത്. അപ്പൊ അതില് പറയുന്നത് നമ്മള് ശരിക്കും ഡിവോട്ടീസുമായിട്ട് ജെനുവിൻ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഈ ഒരു ഐഡന്റിറ്റിയുടെ ബലത്തിലല്ലാതെ ഡിവോട്ടീസായിട്ട് സാധാരണ ഒരു സേവ ചെയ്യുന്നതിന്റെ പേരിൽ അല്ലാതെ നമുക്കൊരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് വേണം. അല്ലാതെ നമ്മളൊരു ചട്ടക്കൂടിനകത്ത് നമ്മൾ പെരുമാറുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ രസാവാസം അല്ലെങ്കിൽ ആ ഒരു രസത്തിന് പുള്ളി ഭക്തിയുടെ ശരിക്കുമുള്ള അന്തസത്തയെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്തത്. നമ്മൾ പറയുന്നത് ഈ ഓഫീസിലൊക്കെ ചെയ്താൽ നമ്മൾ പറയുന്നത് സാധാരണ ജസാക്ഷിപ്പ് പറയാനുള്ളതാണ്, കുഴി പിടിക്കാൻ പറഞ്ഞാൽ കുഴി മാത്രം പിടിക്കരുത്, താറിയാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇതിലായിരിക്കും. അപ്പൊ അതില് നമ്മളിപ്പോ രണ്ടുപേരും എടുക്കും, ഞാൻ പ്രഭുവായിട്ട് ഇടപെടണമെങ്കിൽ ഞങ്ങള് തമ്മിൽ സംവദിക്കുന്ന വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ററാക്ഷൻ വഴിയോ എനിക്ക് മുമ്പ് എന്റെ ബോധം എങ്ങനെയായിരുന്നു അതിലൊരു തെല്ല് കുറച്ചുകൂടെ ഒരു മാറ്റം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉയർന്നൊരു തലത്തിലേക്ക് എത്താൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഇന്ററാക്ഷൻ കൊണ്ടതിൽ ഗുണമുണ്ട്. ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഒരു സെറ്റ് ആൾക്കാരുണ്ട്. നമ്മൾ സാധാരണ മിണ്ടുന്നതും അല്ലെങ്കിൽ സാധാരണ സർവീസ് ചെയ്യുന്ന ഒരു സെറ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ അതിന്റെ മാത്രം അല്ലെ ഒരു കംഫർട്ട് ലെവലിൽ പോകും. ബാക്കിയുള്ളവരായിട്ട് നമ്മൾ സംസാരിക്കുക പോലും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ മടിയാണ്. കാരണം എനിക്ക് ഇദ്ദേഹത്തിന്റെ നേച്ചർ എന്താണെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഈ മാതാജി ചിലപ്പം ദേഷ്യപ്പെടുത്തുന്ന നേച്ചറാണ്, വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട എന്നുള്ള രീതി. അപ്പൊ അങ്ങനെയല്ല ശരിക്കും ഭക്തരുടെ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നല്ല ഒരു മാതാജിയായിരുന്നു ദർശനം. ഇതിന്റെ അസോസിയേഷൻ എടുക്കാതെ എത്ര നാള് എന്റെ സമയം ഇത്രയും വെറുതെ ഞാൻ വന്നു പോകുന്നു, അല്ലാതെ അസോസിയേഷൻ എടുത്തിരുന്നല്ലോ എന്ന് തോന്നിപ്പോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സൈക്കോളജി അറിയാമോ, മാതിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ സൈക്കോളജി അതൊരു കുറെ തരംതിരിവുണ്ട് അല്ലേ. പല രീതിയിൽ ചിലർ ഇമോഷണൽ ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്, ചിലർ ടെക്നിക് ലെവലിൽ അല്ലെങ്കിൽ ചിലർ ഫീലിംഗ് ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ പല ഇതുമാണ്. അപ്പൊ ചില ഡിവോട്ടീസ് അവര് വിചാരിക്കുന്നത് ഇപ്പൊ ഒരു ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ ഒരു ട്രെയിനിങ് ഡിഗ്രിയിൽ ഉള്ള ഒരു ഡിവോട്ടി പൂനെയിൽ ചെന്നാൽ അവർക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ അച്ചിലെ വാർത്ത വരെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പൂനെയിൽ ചെന്നാൽ അവർക്ക് ആ ഒരു രീതിയിലുള്ള ഡിവോട്ടീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം ഈ ഒരു മെറ്റീരിയൽ ഐഡന്റിറ്റി പോലെ സ്പിരിച്വൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തന്നെ വാർത്തെടുക്കുന്നത് ഒരു കുപ്പായ അണിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വരുന്നത്. അപ്പൊ അതിനും മുകളിൽ അതിനൊന്ന് ട്രാൻസെൻഡ് ചെയ്യാൻ നോക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് നമ്മള് ഭഗവാനെ പറ്റി ചിന്തിച്ചാൽ സുഹൃത്ത് പറയുന്നത് ആത്മാരാമൻ പൂർണ്ണകാമൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഭഗവാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, തന്നിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്, കംപ്ലീറ്റും ആണ്. അപ്പോ ഭഗവാന് വേറൊന്നിന്റെയും ഇപ്പൊ എന്തെങ്കിലും ഒരു ഭഗവാന്റെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും നടത്തണമെന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആഗ്രഹം തോന്നുന്ന മുറയ്ക്ക് തന്നെ ഈ ജ്ഞാന ബല ക്രിയ ശക്തിയോടുകൂടി അത് ആ ആഗ്രഹം നടന്നിരിക്കും.
ഓട്ടോമാറ്റിക്കായിട്ട് തന്നിരിക്കും. അപ്പൊ പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭഗവാനും നമ്മളിപ്പോ സൂര്യന് വിളക്ക് കാണിക്കുന്നത് പോലെയാണ് നമ്മൾ ഓഫറിങ് അല്ലേ. ഈ വിളക്ക് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഇതൊക്കെ സൂര്യന്റെ പ്രഭാവം കൊണ്ടുണ്ടാകുന്നതാണ് അല്ലെ. അത് ചെടി ഉണ്ടായാൽ ആ ഒരു കുരുവുണ്ടായി അതിന്റെ എണ്ണ എടുത്ത് അതേ സൂര്യന് അതിന്റെ തന്നെ അത് തന്നെ കാരണമായി ഉണ്ടായ ഒരു സാധനം നമ്മൾ ഓഫർ ചെയ്യുന്നു. പക്ഷെ എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സൂര്യനിൽ നിന്ന് ഉത്ഭവിച്ചൊരു സാധനം ഇപ്പൊ ഗംഗയിൽ തന്നെ ജലം നമ്മൾ ഓഫർ ചെയ്യുന്നു അല്ലേ. നമുക്ക് എങ്ങനെ ഓഫർ ചെയ്യാം. പക്ഷെ ഈ ഒരു പ്രക്രിയയിൽ എന്തോ ഒരു സാധനം കുറച്ചൊരു വ്യത്യാസമുണ്ട് അല്ലേ. ഗംഗാജലം മാത്രമല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതിന്റെ കൂടെ എന്താണ്? നമ്മുടെ ഭക്തി ഇമോഷനും ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ആ ഭക്തിയും ഇതുമാണ്. ആ ജലമാണെങ്കിലും അല്ലെങ്കിൽ ലാമ്പാണെങ്കിലും ശരിക്കും അതൊരു വയ മീഡിയം പോലെയാണ് അല്ലെ. ഒരു ഉപാധി പോലെയാണ് ആക്ട്. ആ ഒരു സ്നേഹ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ഭഗവാനുള്ള ഒരു ഇമോഷൻ അത് നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇതായിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോ ശരിക്കും പോയി ദാമോദര മാസമായി ഒരു വിളക്കെടുക്കുന്നു അല്ലെങ്കിൽ 5 വിളക്കെടുത്തിട്ട് ഒരു 7 ചുറ്റിട്ട് അതിൽ ശരിക്കും ഒരു ഇമോഷൻ ഇല്ല. അത് റിച്വൽ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ഭാവം ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴേ അത് ഭഗവാൻ അക്സെപ്റ്റബിൾ ആവും. ഇല്ലെങ്കിൽ ഈ ആത്മാരാമൻ അല്ലെങ്കിൽ പൂർണ്ണകാമനായ ഭഗവാൻ നമ്മുടെ ഒരു വിളക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല. അല്ലെങ്കിൽ നമുക്കൊരു നൈവേദ്യം ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ പ്രസാദം കഴിക്കാനുള്ളൊരു ഭഗവാൻ ഓഫർ ചെയ്തത്. അപ്പൊ ഭഗവാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാളല്ല. നമ്മുടെ ആ ഭാവത്തിനാണ് ഭഗവാൻ ഉൾക്കൊള്ളാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലെ നമുക്ക് സ്പിരിച്വലായിട്ട് ആത്മീയമായിട്ടൊരു നറിഷ്മെന്റ് വരും. അങ്ങനെ വരും. അപ്പൊ നമ്മൾ സാധാരണ തന്നെ നോക്കിയാൽ അറിയാം. നമ്മൾ വന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഗ്രോസ് ആൾക്കാരായിരുന്നു അല്ലേ. നമുക്ക് നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേറെയായിരുന്നു, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം രീതി വേറെയായിരുന്നു, നമ്മൾ വായിക്കുന്ന ബുക്കുകൾ വേറെയായിരുന്നു അല്ലേ. മൊത്തത്തിലൊരു ഔട്ട്ലുക്ക്, ജീവിതത്തിലുള്ള ഔട്ട്ലുക്കേ വേറെയായിരുന്നു. ഇതിന് വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ പതിയെ റിഫൈൻഡ് ആയി അല്ലെ. നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ഉള്ളി വെളുത്തുള്ളിയുടെ ഇതുപോലെ നമുക്ക് സഹിക്കില്ല അല്ലെ. ഉള്ളി വെളുത്തുള്ളിയുടെ സ്മെല്ല് പോലും നമുക്ക് സഹിക്കാതെ നമ്മുടെ വസ്ത്രങ്ങൾ വലിയ കളർഫുൾ ആയിട്ട് പോളിസ്റ്റർ നൈലോണൊക്കെ ഇട്ടുന്നത് നമ്മൾ കോട്ടണോ സിൽക്കോ ഒക്കെ ആക്കി മാറ്റി. നമ്മൾ പാകം ചെയ്യുന്ന രീതി തന്നെ മാറി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഭഗവത് ഭക്തിയിൽ ഉയരുമ്പോൾ എല്ലാം ആ എന്താ പറയുന്നത് നമ്മുടെ ആ ഗുണങ്ങളിൽ നിന്ന് വിട്ട് സത്വഗുണം ശുദ്ധ സത്വങ്ങൾ പോകുന്നതിന്റെ എഫക്റ്റ് ആണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ തന്നെ ജീവിതത്തിൽ കാണുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ പലപ്പോഴും നമുക്ക് ഇതില് ഇടയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നം ഒരു സൈഡിൽ ഭക്തി ഉയർത്താൻ നോക്കുമ്പോഴും നമുക്ക് ഒരു വിഷയങ്ങളോട് അല്ലെങ്കിൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷനോടുള്ള ആ ഒരു ത്വര നമുക്കത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി വിട്ടുനിന്ന് കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അയ്യോ എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ സൺഡേ പ്രോഗ്രാമിന് പോകാമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചില കാര്യങ്ങള് നീഡായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് തോന്നി നമ്മൾ ചോദിക്കും. അപ്പൊ ഭഗവാൻ വിചാരിക്കുന്നത് അറിയാം. ഭഗവാൻ വിചാരിക്കുന്നത് ഈ വിഷയങ്ങൾ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്താൽ, ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിഷയങ്ങളല്ല, അതിന് വിഷം കൊടുക്കുന്ന പോലെ ആയിരുന്നു. ഈ ഭക്തർക്ക് വിഷം കൊടുക്കുന്ന പോലെ ആയിരുന്നു. അതുകൊണ്ട് അവരുടെ ഭക്തി താഴോട്ട് പോകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ആ വിഷയം കൊടുക്കാതെ ഭഗവാന്റെ ഭഗവത് പാദത്തോട് എന്തെങ്കിലും സേവനം കൊടുക്കും. ആ സേവനം കൊടുത്തു അങ്ങനെ ഒരു സേവനം കിട്ടിയ ഒരു ഡിവോട്ടി അത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുന്ന വഴി അവർക്ക് ഈ വിഷയങ്ങളിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നാൾക്ക് നാളെ കുറഞ്ഞത്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ വന്നു, ഇതെല്ലാം സ്വാധ്യായം ചെയ്തു, ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സേവനം കിട്ടുമ്പോൾ നമ്മൾ മുഖത്തിരിഞ്ഞ് നിൽക്കാനും പാടില്ല അല്ലേ. കാരണം ഈ സേവനം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മുക്തി തരാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണ് അല്ലേ. അതിനൊരു അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ ആ ഒരു രുചി കിട്ടുമ്പോൾ നമുക്ക് അറിയാം. ഇപ്പൊ കല്യാണമാണെങ്കിലും വേറെ എന്തെങ്കിലും ഇതാണെങ്കിലും സൺഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ സൺഡേ എനിക്ക് ഉച്ച 2 മണി 3 മണി കഴിഞ്ഞാൽ മിസ് ചെയ്യണം, വൈകുന്നേരമാണ്. കാരണം അത് ആ രുചി കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ നമ്മളെ
പടിപടിയായിട്ട് ഈവൻ നമുക്ക് മെറ്റീരിയലായിട്ട് ഭൗതികമായിട്ട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ആണെങ്കിൽ പോലും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പതിയെ പതിയെ വിടുതൽ ചെയ്യാനാണ് തോന്നുന്നത്. ഒരു നമ്മളെ പോലെ അറിയാതെ ഇങ്ങനെയുള്ള നടക്കുന്നത്. അപ്പൊ ഒരിക്കലും ഒരു സേവനം കിട്ടുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ കുറച്ച് ധനം ചെലവായാലും നമ്മൾ ആ സേവനം വിട്ട് കളയും. കാരണം അതാണ് നമ്മുടെ പടിപടിയായുള്ള ഉയർച്ചയ്ക്കുള്ള ഒരു വഴി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന നമുക്ക് ഭഗവാന്റെ അടുത്ത് അങ്ങനെ പ്രഭുപാദ് പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുമ്പ് കഷ്ണത്തെ ഒരു കാന്തം എങ്ങനെയാണോ അട്രാക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ലൈഫ് ആവും. അപ്പൊ ഇരുമ്പ് കഷ്ണവും കാന്തവും ഒരു നിശ്ചിത അടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് അട്രാക്ട് ചെയ്തെടുക്കും. ഇരുമ്പ് മോഡികൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വരും. അപ്പൊ നമ്മുടെ ശരിക്കുമുള്ള അവസ്ഥയിൽ നമ്മൾ ആ ഇരുമ്പ് കഷ്ണം പോലെ ഭഗവാൻ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന വലിയൊരു മാഗ്നറ്റ് പോലെയാണ്. പക്ഷെ ഇതില് ചില സമയങ്ങളിൽ നമുക്ക് ഈ അട്രാക്ഷൻ ഫീൽ ആകും അല്ലെ. നമുക്ക് ചിലപ്പോ ഒരു സൺഡേ പോകാൻ വരുന്നോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വരുന്ന മഴയാണ്, പോണോ അല്ലെ, ഭയങ്കര വെയിലാണ്, അങ്ങനെ ഒരു ഡിസിഷൻ നമുക്ക് അങ്ങനെ ധർമ്മസങ്കടത്തിൽ അല്ലെങ്കിൽ ധർമ്മസങ്കടം അല്ല, നമുക്കൊരു മടി തോന്നും. നമുക്ക് ആ ഫീലിംഗ് ശരിക്കും അങ്ങ് വരില്ല. അപ്പോ ഇത്രയും ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വരാൻ എന്താണ് കാരണം? അങ്ങനെ ഒരു മടിയോ അങ്ങനെ ഒരു ഇനർഷ്യ തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നോക്കാം. ഇരുമ്പ് കഷ്ണമാണ് അത് നമ്മൾ ഇത്ര അടുത്ത് ഭഗവാന്റെ അടുത്തുണ്ട്, ഗൗരവത്തിന്റെ ഇത്രയും അടുത്തുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഭഗവാന്റെ അടുത്ത് ഭഗവത് ഭക്തി ചെയ്യണമെന്ന് അകത്തുനിന്നൊരു ഫീൽ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ സ്വതവേ ഭഗവാന്റെ അംശമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇരുമ്പ് കഷ്ണം പോലെയാണ്, ഭഗവാൻ വലിയൊരു മാഗ്നറ്റ് പോലെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആകർഷിക്കാൻ ഭഗവാനെ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഭൗതികത്തിലോട്ട് നമ്മൾ ആണ്ടിരിക്കുന്നുണ്ട്, ശരിയാണ്, നമ്മളെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലുള്ള അനർത്ഥങ്ങള് കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അട്രാക്ഷൻ ഫീൽ ആവുന്നു. അങ്ങനെ ആർക്കെങ്കിലും കുറച്ചുകൂടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ഇന്റൻസിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ഒരു ഫീലിംഗ് വരാത്തത്. ഭക്തരാണെന്നുള്ള അമിത വിശ്വാസം, അത്രയും ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ ഭക്തനാണെന്ന് വിചാരിക്കും. പ്രഭു പറഞ്ഞത് നമുക്ക് ഏറ്റവും ലക്ഷ്യം ഉണ്ടെങ്കിലും നമുക്കത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമുക്കൊരു ചോയ്സ് തന്നിട്ടുണ്ട്, എന്തായാലും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നത്. മായയുടെ ആവരണം കൊണ്ട് അല്ലേ, മായ കൊണ്ട് നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നു. മാതിരി പറഞ്ഞ പക്ഷെ എന്നിരുന്നാലും മായ ഇപ്പൊ തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു ശുദ്ധീകരിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യാറുള്ളത്. ഇപ്പോഴും നമ്മൾ എല്ലാവരും പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവാന്റെ മോഡലാണ് അതിൻ്റെ നമ്മുടെ മനസ്സിനകത്ത് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഇന്റൻസിറ്റി കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അല്ലെ, തുടക്കത്തിലുള്ളതിനേക്കാൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. മായയുടെ പ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള കുറെ
തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, മാതിരി പറഞ്ഞ കുറെ ചോയ്സ് കിട്ടിയിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ, lack of inspiration. ഇൻസ്പിറേഷൻ കുറവാണ് അല്ലെ? എന്നും എല്ലാ ദിവസവും അതുപോലെ ചിലപ്പോൾ നമ്മളൊരു മഹാഭക്തന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഇൻസ്പിറേഷൻ തോന്നും, പക്ഷെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അതൊക്കെ തണുത്ത് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാണ്. നമ്മളാവുന്ന ഇരുമ്പ് കഷ്ണം കുറച്ച് തുരുമ്പിച്ച് തുടങ്ങിയിരിക്കും അല്ലേ? തുരുമ്പിൽ കാന്തം അട്രാക്ട് ആവില്ല അല്ലേ? തുരുമ്പിച്ചൊരു സാധനം മാഗ്നറ്റിന്റെ അടുത്ത് വെച്ചാൽ അട്രാക്ട് ആവില്ല. പിന്നെ ഒരുപാട് ദൂരെ ഇരുന്നാലും അട്രാക്ട് ആവില്ല. നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, തെക്കവിടെ ഒരു വീടുണ്ട്, നമ്മൾ അത് വിറ്റിട്ട് കോട്ടയത്ത് പോയി താമസിക്കാൻ വേണ്ടി അല്ലേ? ഈ ഡിവോട്ടി അസോസിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും ചിന്തിക്കാനേ സമയം കിട്ടില്ല. അപ്പൊ എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ അനർത്ഥങ്ങളാണ് അല്ലേ? നമ്മുടെ അനർത്ഥങ്ങൾ നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ ഇതുപോലെ സത്സംഗത്തിലേക്ക് ഇരിക്കുമ്പോഴേ നമ്മൾ തന്നെ അനർത്ഥങ്ങൾ കാരണം നമുക്ക് ശരിയായ രീതിയിൽ ഭക്തന്മാരുമായിട്ട് സംവദിക്കാനോ റിലേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ ശരിയാവുന്നില്ലല്ലോ അല്ലേ? എല്ലാ ആഴ്ചയിലും വരുന്ന കാര്യം അത്രയ്ക്ക് രസം കിട്ടുന്നില്ല. പക്ഷെ നമ്മളുടെ വിചാരം എന്താണ്? നമ്മളുടെ അനർത്ഥം കൊണ്ടല്ല, അവര് ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മളെപ്പോഴും അങ്ങോട്ടാണ് നോക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ തന്നെ അനർത്ഥം കൊണ്ടാണ് നമുക്ക് ഈ രുചി കിട്ടാത്തതെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എങ്ങനെയും നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തി ഇതിലോട്ട് വീണ്ടും വീണ്ടും വരാൻ നോക്കുക. അപ്പൊ അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും അതുപോലെ തന്നെ ഈ ഭക്തന്മാരുമായിട്ട് സംവദിക്കുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ പുഷ്യൻ വിചാരം ചെയ്യാം, നമുക്ക് ആനന്ദം കിട്ടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആനന്ദം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പെർപ്പച്വലി ചെയ്യാറുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ ഒരു 10 വർഷമായിട്ട് ഒരു രസം തോന്നുമെങ്കിൽ നമ്മൾ നാച്ചുറലി നമ്മൾ പറയും, എനിക്കിത് വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ, ഞാൻ കുറെയൊക്കെ ശ്രമിച്ചു നോക്കി, ഇത് വർക്കൗട്ട് ആവുന്നില്ല. അപ്പൊ ശരിക്കുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ശരിക്കും വളരെ നല്ലൊരു രീതിയിൽ ഭക്തനായി തീരാനും പറ്റും. നമുക്ക് ഈ ഡിവോട്ടീസുമായിട്ട് ഇപ്പൊ സാധാരണ ഡിവോട്ടീസെ കാണാൻ ഇങ്ങനെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും അല്ലേ, നമ്മൾ ആ ഒരു ഫീലിംഗ് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മളൊരു പേഷ്യന്റ് ആണെന്നൊരു ഫീൽ വേണം. അങ്ങനെ നമ്മളൊരു റിഫോർമിങ് ഒരു ജയിലിലെ ഒരു പുള്ളിയാണ് അല്ലേ? നമ്മൾ റിഫോമിങ്ങിന് വേണ്ടി തയ്യാറായ ഒരാളാണ്. നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അസുഖം ഭേദമായിട്ടില്ല. അപ്പൊ നമ്മളൊരു കൈയില്ലാത്ത ആളെ ഒരു വിരലില്ലാത്ത ആളെ നമ്മൾ കമ്പയർ ചെയ്യരുത്. എല്ലാവരും ഹോസ്പിറ്റലിൽ ഉള്ളവരാണ്, എല്ലാവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളെ കുറ്റങ്ങൾ കുറവുകളും നമ്മുടെ കുറ്റങ്ങൾ കുറവുകളും നമ്മൾ കൂടുതൽ കാണാൻ നോക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ കണ്ണടയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ക്വസ്റ്റൻ അല്ലെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാനുള്ള ഇതും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മേൽക്ക് മേൽ ഇതുപോലെ സേവനങ്ങൾ ലഭിക്കുകയും ഭഗവത് ഭക്തിയിൽ കൂടുതൽ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു പരിധിയിലേറെ കൂടുതൽ ആൾക്കാർ എന്നെക്കാരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇത് വളരെ നല്ല രീതിയിൽ അറിയാം, മാധ്യമങ്ങൾക്ക് അറിയാം. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഭഗവാന്റെ ആ ഒരു ഇതുണ്ട്, ദ്വാരകയിൽ ഭഗവാൻ അങ്ങനെ വരുമ്പോ ഈ ദ്വാരകാവാസികൾ ഭഗവാന്റെ ആ ഉച്ചത്തിലുള്ള ശംഖിന്റെ ഒരു ധ്വനി കേട്ടിട്ട് എല്ലാവരും ഉറക്കത്തിന് എണീറ്റ് ഭഗവാനെ എന്താ പറയുക സ്വീകരിക്കാൻ പോകുന്ന രംഗം, അതിൽ നിന്നാണ് ഇത് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പൊ അതില് ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അവർക്ക് എത്രത്തോളം ഭഗവാനെന്നുള്ള അകൽച്ച ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാൻ വന്നപ്പോൾ അത്രയും ഉത്സുകരായിട്ട് ഭഗവാൻ റിസീവ് ചെയ്യാൻ പോയത്. പക്ഷെ അതിലും ഒരു ഇതുണ്ട്, ദ്വാരകവാസികൾക്ക് ഭഗവാന്റെ അടുത്ത് ഫീൽ ചെയ്ത ഒരു അകൽച്ച അല്ലെങ്കിൽ അവര് ഭഗവാൻ ഹസ്തിനാപുരത്തിലോട്ട് പോയപ്പോ അവർ കുറച്ച് നാളെ ഉള്ളായിരുന്നല്ലേ കമ്പയർഡ് ടു വൃന്ദാവനുള്ള ഒരു നോക്കുകയാണെങ്കിൽ ഇമോഷൻ നോക്കുകയാണെങ്കിൽ അവര് ഭഗവാൻ പോയിട്ട് പിന്നെ ഭഗവാൻ അവര് തിരിച്ച് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ദ്വാരകവാസികൾക്ക് ഭഗവാൻ എപ്പോഴും അവൈലബിൾ ആയിരുന്നു, എപ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മുഖം എപ്പോഴും കാണാൻ അവസരം ഉണ്ടായിരുന്നവര് അവർക്ക് ഈ ഒരു കുറച്ച് നേരം കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവരുടെ കൂടെ ഉള്ള ആ സമയം മാത്രമാണ് അവർക്ക്
എന്നിട്ട് പോലും അവർക്ക് അത് താങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ആ ഒരു അകൽച്ച ഫീലായാലേ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മളിപ്പോ ഒരു സത്സംഗത്തിൽ നിന്നൊക്കെ വിട്ടു നിന്ന് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നമുക്ക് കുറച്ച് നാൾ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു വിഷമം തോന്നണം, ഉള്ളാലെ തോന്നണം അല്ലേ? കാരണം അയ്യോ എത്ര നാളായി കൃഷ്ണബലരാമനെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ ഗൗരവത്തായി കണ്ടിട്ട്. ചിലപ്പോ അങ്ങനെ തോന്നിയാലേ നമുക്ക് എന്താ പറയുക ദിവസവും പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓടിച്ചെന്ന് ദർശനം എടുക്കാനൊക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഈ ആഴ്ച പോകണ്ട, നമുക്ക് അടുത്ത ആഴ്ച പോകാം. അതിന്റെയൊക്കെ ലക്ഷണം എന്താണ്? ഭഗവാൻ സ്വതവേ അട്രാക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഞാൻ കേട്ടതാണ്, ഇപ്പോ ഇന്ത്യയില് ഒരു നഗരമേ ഉള്ളൂ 10,000 ഒരു 8,000 ആൾക്കാർ വരെ ഡെയിലി മംഗളാരത്തി അറ്റൻഡ് ചെയ്യുന്ന ഒരു നഗരത്തിലെ ആൾക്കാരാണ്. അത് ഏത് നഗരമാണെന്ന് പറയാൻ പറ്റും? മയപ്പൂരില് ഫെസ്റ്റിവൽ സമയത്തുണ്ട്, പക്ഷെ ഡെയിലി 360 ദിവസം ഇത്രയും പേര് മംഗളാരത്തി അറ്റൻഡ് ചെയ്യുന്ന ഒരു നഗരമാണ്. എന്താണല്ലേ എല്ലാ അമ്പലങ്ങളും നമ്മൾ ഇതിൽ കൂടുതൽ കാണും. ഒരു അമ്പലത്തിൽ മാത്രം 5,000 മുതൽ ജഗന്നാഥ് പുരിയില് അത്രയും കാണില്ല. ജയ്പൂർ കേട്ടിട്ടുണ്ട്, ജയ്പൂർ രാധാ ഗോവിന്ദ് അമ്പലം കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ എത്രയോ തലമുറകളായി അവര് രാവിലെ അമ്പലത്തിൽ പോവാതെ അവർ വേറെ ഒരു കാര്യം ചെയ്യില്ല. സ്കൂളിൽ പോവുകയോ ഓഫീസിൽ പോവുകയോ ബിസിനസ് പോവുകയോ ചെയ്യില്ല. അപ്പൊ അവർക്ക് രാധാ ഗോവിന്ദിന്റെ അടുത്തുള്ള ജീവിതത്തിലുള്ള ആകർഷണത്തിന്റെ ലക്ഷണമാണ് അല്ലേ? 3 ദിവസം പോകണം തോന്നണമെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഗ്യാപ്പ് ഇല്ലാതെ പോകാൻ പറ്റണം. അപ്പൊ നമുക്ക് നമ്മുടെ ഭക്തി അളക്കാൻ നമുക്ക് തന്നെ പറ്റും. വേറൊരാൾ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗൗരവത്തായി നല്ല നല്ല സേവനങ്ങൾ തരട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് ഫെസ്റ്റിവൽസും ഭഗവാന്റെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടോ? മാർഗമുള്ള പ്ലീസ് ആഡ് ചെയ്യുക. മംഗളാർത്തിക്കാണ് അവിടെ മംഗളാർത്തിക്കാണ് അവര് മാതാജി ഫോർച്ചുനേറ്റ് സോളാണ്. മാതാജി പോയിട്ടുണ്ട്. മംഗളാർത്തിക്ക് പോയിട്ടുണ്ട്. നമുക്കൊരു ദിവസം എല്ലാവർക്കും പോകാൻ പറ്റില്ല മംഗളാർത്തി. ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും ചില ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ശുദ്ധ ഭക്തர்கள் ഇപ്പൊ ഏറ്റവും പെട്ടെന്നും അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഇന്റൻസിറ്റിയിൽ ഗ്രാബ് ചെയ്യണം. ശുദ്ധ ഭക്തർ വരെയാണ്, അമ്പലത്തിൽ വരെയാണ്. ഇപ്പൊ 5 ദിവസത്തേക്ക് ഒരു സന്യാസിമാരുണ്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ വരെയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഓഫീസിൽ പോകുന്നവരായിരിക്കും, സ്കൂളിൽ പിള്ളേരായിരിക്കണം, നമുക്ക് വേറെ ബിസിനസ് കാണും, ഒരു ദിവസം 20,000 വരുമാനമുള്ള ബിസിനസ് ആയിരിക്കും. നമ്മൾ ഈ ബാക്കി 200 ദിവസം ഈ 5 ദിവസം അവർ വരുമ്പോ നമ്മള് ഇത് മാറ്റി വെച്ച് അവരെ കുഴപ്പമാണ്. നമ്മുടെ ഈ അസുഖം കുറയ്ക്കാൻ വേണ്ടി വലിയൊരു ഡോക്ടർ വന്ന പോലെ അപ്പൊ ആ സമയം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അസുഖം ആ ഡിഗ്രി ഫീവർ അങ്ങനെ കണ്ടെത്തി. അപ്പൊ അങ്ങനെയുള്ള ഡിവോട്ടീസ് വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് നഷ്ടം സഹിച്ചും അസോസിയേഷൻ എടുക്കും. രണ്ടാമത്തെ കാര്യം, ഇവർ ഇനി വന്നില്ലെങ്കിൽ നമ്മൾ അന്ന് പോയി അവരെ അസോസിയേഷൻ എടുക്കും അല്ലേ. നമുക്കിപ്പോ എപ്പോഴും അവർക്ക് വരാൻ സൗകര്യം കാണില്ല. അപ്പൊ നമ്മളവിടെ ഇല്ലെങ്കിൽ അവര് റെപ്രസെന്റേറ്റീവിന്റെ എങ്കിലും അസോസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു എത്രയെങ്കിലും പെർസെന്റേജിനെ കുറച്ചത് നമുക്ക് കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശുദ്ധ ഭക്തന്മാരുമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അല്ലേ ഈ ഒരു കംപ്ലൈസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു വിമുഖത വരുന്നത് ഇപ്പോ ഭക്തിയിൽ നമ്മളൊരു ബ്രേക്ക് ഇടുന്നത്, ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ഇടുന്നത് അസോസിയേഷൻ അല്ലേ, കോൺസെപ്റ്റ് അല്ലേ. നമ്മൾ ശരിക്കും അല്ലേ നമ്മളൊന്ന് ഓക്കെ കുറച്ച് ബിസി ആയി, ഇനി നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയി, ഇതൊരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു ബ്രേക്ക് ഇടുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ ഭക്തിയുടെ ലെവലിൽ കുറഞ്ഞു പോകും. പിന്നെ അത് നോർമൽ ആയി കഴിയുമ്പോൾ നമുക്ക് അത് ഡിസ്കംഫർട്ടും തോന്നില്ല, മനസ്സിലായില്ലേ അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടെടുക്കാൻ വലിയ എളുപ്പമാണ്. ഇങ്ങനെ നമ്മള് കൂടെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസുമായിട്ട് അവരുടെ അസോസിയേഷൻ ഇരിക്കുകയാണെങ്കിൽ പ്രഭുപാദ പറഞ്ഞ ഇപ്പൊ തീയിൽ 20 എണ്ണം കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ വഴിയില്ല, അത് തീ തന്നെ ആവും അല്ലേ. കുറച്ച് നേരം വച്ചേക്കുവാണല്ലോ. തുടക്കത്തിൽ അത് തണുത്തിരിക്കുമെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് തീ തന്നെയാവും. പിന്നെ അവിടെ മാറി കഴിയുമ്പോൾ എന്താവും, ആ തീ അതിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലേ വീണ്ടും തണുത്ത് കഴിയുമ്പോൾ കുറെ ഇരുമ്പ് മാത്രമായിട്ട് മാറും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം എന്ന് എനിക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത്, നമ്മൾ എപ്പോഴും ആ തീയിലായിരിക്കും. എന്ത് വില കൊടുക്കും ആ തീക്കകത്ത് തന്നെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ തീയുടെ സ്വഭാവം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്രയും ഒരു ഫീലിംഗ് ചിലപ്പോൾ ഡെവലപ്പ് ആവില്ല. അങ്ങനെ അല്ലേ അതൊക്കെ ഉദ്ദേശിച്ചത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു. അപ്പൊ ഇടയ്ക്ക് നമ്മൾ പറയുന്നത് സാധനം, അതായത് നമുക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ സാധന ചെയ്യുന്നു. സാധന നമ്മൾ മംഗളാരതി, ജപം ഇതൊക്കെ ചെയ്യുന്നു. സാധന ചെയ്ത് നമ്മൾ എന്താണ് നമ്മുടെ എയിം ഓഫ് ലൈഫ്, സാധ്യ, അതായത് ഭഗവാനോടുള്ള പ്രേമം, കൃഷ്ണപ്രേമമാണ്. നമുക്ക് നമ്മൾ രാവിലെ വായിക്കുന്നല്ലേ അച്ചീവ് ഡിസൈഡ് സക്സസ്, കൃഷ്ണപ്രേമം. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ് ചിലപ്പോഴെങ്കിലും ഇതുപോലെ മായ കൊണ്ട് പുറപ്പെടും. പിന്നെ അത് കുറെ കഴിയുമ്പോൾ നോർമലും ആയി പോകും. ആദ്യമൊക്കെ നമുക്ക് എന്ത് തോന്നും, പിന്നെ നോർമലായി പോകുമ്പോ പിന്നെ നമുക്ക് നമ്മളെ നിൽക്കുന്നില്ല അത്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് വീണ്ടും അത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികമായ ഐഡന്റിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ സ്പിരിച്വലായിട്ട് വരുമ്പോഴും ഇങ്ങനെ ഐഡന്റിറ്റീസ് നമ്മൾ കൈപ്പറ്റും. ഇങ്ങനത്തെ കുപ്പായ ഇടുമ്പോഴും അതിലെങ്ങനെ നമുക്ക് മതി മറന്നു പോവാതെ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഭ്രമിച്ചു പോവാതെ എങ്ങനെ നമുക്ക് കൃഷ്ണ നല്ലൊരു ഭക്തനായിട്ട് വിവരിക്കാൻ പറ്റുമെന്നാണ് പ്രോ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണ മനസ്സിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ഓരോ കുപ്പായങ്ങളുണ്ടല്ലോ, അത് നമ്മളെ
ശരിക്കുമുള്ള ഇതല്ല, ഇങ്ങനെ ശരിക്കുമുള്ള സ്വഭാവമല്ല. നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് എന്ത് സർവീസ് ആണോ അതാണ് നമ്മുടെ ശരിക്കുള്ള സ്വരൂപം. ഇതും നമ്മളൊരു ഇടക്കാല സർവീസിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. ഇതും നമ്മളെ ഗുണങ്ങളും നമ്മുടെ വാസനകളും കൊണ്ട് രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നാച്ചുറലി പ്രീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചിലപ്പോ ഭഗവത് കൃപയും ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെ നല്ലൊരു ടീച്ചറാവും. പക്ഷെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ പ്രഭുവിന് ഇത് വരും, പ്രൈഡും ഇതൊക്കെ വരും. പക്ഷെ നമ്മുടെ ഉദ്ദേശം ആ ഒരു റോളിൽ ഷൈൻ ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ ശുദ്ധ ഭക്തനാവുക. അതിലൊരു സർവീസ് ചെയ്യുമ്പോൾ അത് ഭഗവാൻ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് നമ്മളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് പറയും. ഇത് എന്റെ പ്രീച്ചർ എന്നുള്ളതല്ല എന്റെ ഐഡന്റിറ്റി അല്ലെ. പ്രീച്ചർ എന്നുള്ളത് ആൾക്കാരെ എനിക്ക് തരുന്ന ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി പ്രീച്ചർ എന്നുള്ളതല്ല. എന്റെ ഐഡന്റിറ്റി ഇതാണ്. അപ്പൊ ഞാൻ ഒരു അമ്പലത്തിൽ പോയപ്പോ അവിടെ ശരിക്കും ഇത് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എഴുതി കണ്ടതാണ്. ഇപ്പൊ ക്ലാസ് കൊടുക്കുന്ന ഒരു അവിടുത്തെ വലിയൊരു സീനിയറായിട്ട് കുട്ടിയാണ്. അദ്ദേഹം അവിടുത്തെ ഇതുപോലെ സൺഡേ പ്രോഗ്രാമിന് ഇതുപോലെ ഊണ് കഴിഞ്ഞിട്ട് പാത്രം കഴുകും. അപ്പൊ പാത്രം കഴുകും. ഇപ്പൊ നമ്മളിവിടെ 150 ഡിവോട്ടീസ് സാധാരണ കഴിക്കാറുണ്ട്. നമുക്കറിയാലോ എത്ര നേരം എടുക്കും പാത്രം കഴുകുക, സോപ്പിട്ട കഴുകും. അപ്പൊ അവിടെ ഇതിന് കൂടുതൽ ഭക്തന്മാരുണ്ട്, 500-ഓളം ഭക്തന്മാരുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? പാത്രം കഴിയുമ്പോൾ സോപ്പ് തേക്കണ്ടെന്ന് പറയും. കാരണം പെട്ടെന്ന് കഴുകിയെടുക്കാൻ വേണ്ടി സോപ്പ് തേക്കാറുണ്ട്. എന്നിട്ട് ഈ സീനിയർ ആയിട്ടുള്ള 5-6 ഭക്തന്മാർ അവിടെ ഇരിക്കും. ഈ പാത്രമല്ല, അവരായിരിക്കും സോപ്പ് തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് ക്ലാസ് കൊടുത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ഈ പാത്രം കഴുകാൻ. അദ്ദേഹം ഈ പാത്രം കഴുകി ചൂടുവെള്ളത്തിൽ മുക്കി ആണ് അടുത്ത ഡിവോട്ടീസിന് കൊടുക്കുന്നത്. അപ്പൊ പ്രഭുവിന് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെ നാച്ചുറലി നമുക്ക് നമ്മളാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വലിയൊരു സർവീസ് ഏറ്റെടുക്കുമ്പോൾ തന്നെ വളരെ മീനിലായിട്ടുള്ള സർവീസ് കൂടെ നമ്മൾ കൂടെ ഏറ്റെടുക്കണം. അപ്പൊ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ പറയും ഓ ഭയങ്കര ഇതായിരുന്നു അല്ലേ, നമ്മളങ്ങനെ പാറിയും പറയും. നല്ലൊരു ചോദ്യമായിരുന്നു. വേറെ ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. വായിച്ചിട്ടില്ല. സച്ചിനന്ദൻ സ്വാമി, ഞാൻ കേട്ടത് സച്ചിനന്ദൻ സ്വാമി മഹാരാജിന്റെ കുറച്ച് ബുക്സുകളുണ്ട്. ഒരു ബുക്കാണ് നെക്ടറിൻ ഓഷൻ ഓഫ് ദ ഹോളി നെയിം. അപ്പൊ അത് ഹരിനാമം, അതിൽ ചാൻഡിങ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അതിൽ ഹരിനാമത്തിന്റെ മഹിമകൾ പറയുന്നുണ്ട്. നോ സാക്രിഫൈസ് ഈക്വൽ ടു ചാൻഡിങ്, അങ്ങനെ ഒരുപാട് മഹിമകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ദിവസവും ജപിക്കുന്നതിന് മുന്നേ, ഇപ്പൊ നമ്മളിപ്പോ വോളിബോൾ കളിക്കാൻ പോകുന്നു, അതായത് വോളിബോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ വാമപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മസിൽ അല്ലേ ഇതൊക്കെ വരും. നമ്മൾ കളിക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് വാമപ്പ് ചെയ്യില്ലേ, ഒന്ന് ബോൾ ചെയ്യുക. അതുപോലെ ദിവസം ജപിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ബുക്സ് ഒരു 2 പേജോ വായിച്ചാൽ നമുക്ക് അത്രയും കൂടെ ഒരു ഹൈറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ കിട്ടും. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷന്റെ പേരിൽ നമുക്ക് 2 മണിക്കൂറെങ്കിലും ഇരുന്ന് ജപിക്കാൻ പറ്റും. എനിക്ക് അത് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ശുദ്ധഭക്തന്മാരുള്ള അവരുടെ കൂടെ ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ ആ സമയത്ത് ക്രോസിമാരുടെ കൂടെ ജപിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് മഹാരാജിന്റെ ബുക്സ് വായിക്കുമ്പോഴാണ്. അത് മഹാരാജിന്റെ ബുക്സ് ആമസോണിൽ 3 സെറ്റായിട്ട് ഗായത്രി ഒരു ബുക്ക് കൂടെ ആണ്. ബുക്ക് നന്ദി വായിക്കാൻ പറ്റിയത് അതെല്ലാം 100 ദിവസം എല്ലാവരുടെയും കോട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. വളരെ നല്ലൊരു ഇതായിരുന്നു. ഓണത്തിന്റെ അടുത്ത ഞായറാഴ്ച ശ്രീ രാധാഷ്ടമിയാണ്. ശ്രീമതി രാധാറാണിയുടെ അപ്പിയറൻസ് ഡേ ആണ്. അപ്പൊ അവിടെ ഉച്ചവരെ ഫാസ്റ്റിംഗ് ആണ്. ഉച്ചവരെ ഉള്ള സാധാരണ ഉച്ചവരെ ഉപവസിച്ചിട്ട് ഇവിടെ പ്രോഗ്രാം ഉണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് പ്രോഗ്രാം ഉണ്ട്.
ഇവിടെ തന്നെ വന്ന് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാം. അതുപോലെ പള്ളിച്ചൽ വൈകുന്നേരം 5 മണിക്ക് പള്ളിച്ചൽ പ്രോഗ്രാം. ഇവിടെ സാധാരണ പോലെ റെഗുലർ പ്രോഗ്രാം, പാരാഷൂട്ട് പ്രോഗ്രാം ഉണ്ട്. 11 മണി വരെ ഫാസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞുള്ള അടുത്ത ആഴ്ച ഓണത്തിന്റെ. അപ്പൊ ഓണത്തിന് ജസഷിപ്പ് പറഞ്ഞ ആരും വേറൊന്നും പോകരുത്. ഫുൾ ഓണത്തിന്റെ എല്ലാ ദിവസവും പള്ളിച്ചൽ വെച്ച് പല പല പ്രോഗ്രാംസ് ഉണ്ട്. ഓണ പൂക്കള എടുത്ത ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. 10 പേർക്ക് വരെ ഉള്ള ഒരു ടീം ഉണ്ടാക്കാം. മാക്സിമം ടീം സൈസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേരാണെങ്കിൽ പൂക്കൾ പെട്ടെന്ന് ഭംഗിയിലിട്ട് തീർക്കുന്നതുകൊണ്ട് 5 പേരുള്ള ടീമും ഉണ്ടാക്കാം, 2 പേരുള്ള ടീമും ഉണ്ടാക്കാം. പക്ഷെ മാക്സിമം 10 പേരെ ആവാം. അങ്ങനെ എത്ര ടീമാണോ നമുക്ക് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ഭഗവാന്റെ ടെമ്പിൾ ഹോളിൽ തന്നെ നമുക്ക് അതിന് ക്യാഷ് പ്രൈസ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പ്രൈസ് അല്ല. ഫസ്റ്റ് പ്രൈസ് ചൈതന്യ എഴുതാവുന്ന സെറ്റാണ്. അത് വന്നിട്ട് എന്തോ 10 പേര് എഴുതുന്നു. അതിന് വേറെ ഓപ്ഷൻ കൊടുക്കുന്നു. മതി 5000 രൂപ കൂപ്പൺ ഉണ്ട്. ചൈതന്യ ഉണ്ട് ഓൾറെഡി. 5000 രൂപ കൂപ്പൺ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ അതിന് കൂപ്പൺ കൊടുത്തിട്ട് എന്താണെന്ന് ഞാൻ വാങ്ങിക്കാം. പല പല ബുക്സ് വാങ്ങിക്കും. ഇത് വന്നിട്ട് ഉച്ചയ്ക്ക് 4-ാം തീയതി, അതായത് 1ാം ഓണത്തിന്റെ ദിവസമാണ്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കൾ എടുക്കും. അതാണ് സെക്കൻഡ് പ്രൈസ്. 3000 രൂപ വരെ കൂപ്പൺ. 3-ാമത് 1000 രൂപ വരെ. ഇതെല്ലാം കവിത മാസിക അറിയാമോ? ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കവിത മാസിക ഫോണിൽ വിളിച്ച് വേറെ എന്തെങ്കിലും അറിയണമെങ്കിലും അത് അറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം വാമന ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആ സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 5-ാം തീയതി വന്നിട്ട് സത്യ, 7-ാം തീയതി 5-ാം തീയതി പറഞ്ഞിട്ടില്ല. 5-ാം തീയതി കീർത്തന സത്സംഗ് 6 മണിക്ക് കൊണ്ടുവരണം. ഓണസദ്യ വന്നിട്ട് 6-ാം തീയതി. 6-ാം തീയതി ഉച്ചയ്ക്കാണ് ഓണസദ്യ. സൺഡേ അത് അന്ന് സൺഡേ ആണ്. സൺഡേ 7-ാം തീയതി. 7-ാം തീയതി ഓണസദ്യ. എനിക്കൊന്ന് ഈ ഗ്രൂപ്പിലുള്ള മെസ്സേജ് ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും നല്ലത്. ജവാ സെഷൻ, അതായത് ശനിയാഴ്ച. അപ്പൊ അത് 3-ാമത്തെ ഓണം. 3-ാമത്തെ ഓണത്തിന്റെ ദിവസം 64 മാല ജപിക്കാൻ വേണ്ടി രാവിലെ തൊട്ട് എല്ലാത്തിനും കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ ആഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൈ കൊടുക്കും. 7-ാം തീയതി ആണ് ഓണസദ്യ. അത് രാവിലെ ഷിപ്പോട്ട് ക്ലാസ് പോകും. ക്ലാസ് കഴിഞ്ഞ് സദ്യ. വേറെ ഏതെല്ലാം ഫോട്ടോഗ്രാഫിയിലെ അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള നല്ല ഫോട്ടോസ് എടുത്ത് അതിന്റെ കോമ്പറ്റീഷനും ഉണ്ട്. അത് ഈ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓണപ്പൂക്കളത്തിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുക, ഭഗവാന്റെ ഫോട്ടോ എടുക്കുക. ക്ലിക്ക് പിക്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോഷൂട്ടിൻ്റെ. അപ്പൊ ടെമ്പിൾ ഫോട്ടോഗ്രാഫി, ബെസ്റ്റ് സെൽഫി, ബെസ്റ്റ് ട്രഡീഷണൽ അറ്റയർ, റീൽ വീഡിയോ, ഇതൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ പല ഇതിൽ വാട്സാപ്പ് ചെയ്തുള്ള നമ്പറും എല്ലാം ഹൈ ക്വാളിറ്റി പിക്ചർ എടുക്കണം. ഒരു ഫിലിമിലുള്ള ഒരാളായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളാരും അല്ലേ നല്ല രീതിയിൽ ചെയ്യാം. ഇത്
ഇത് ഈ മൂന്ന് ദിവസങ്ങളിലല്ലേ, 4, 5, 6, 7 ഈ ദിവസങ്ങളിൽ ഏത് ദിവസം 4 ദിവസങ്ങളുള്ള ഏത് ഒക്കേഷനും എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. പ്രഭു ഒരു വോയിസ് മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സത്സംഗത്തിൽ